കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വളരെ വേദനയോട് കൂടിയാണ് നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടതും. സ്വന്തം അമ്മ മകളെ, അതായത് ചെറിയൊരു കുട്ടി, അതായത് 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞ് അങ്ങനെ കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. നമ്മളെല്ലാവരും ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ആ അമ്മ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ മുതിർന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ ആശങ്കയോട് കൂടിയാണ് നമ്മളൊക്കെ കണ്ടത്. അതിനുശേഷം ആ ഒരു മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അതിന്റെ ആ ഒരു ദിവസത്തിന്റെ രാത്രിയായിരുന്നു മറ്റൊരു വാർത്ത, അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി നമ്മൾ അറിഞ്ഞത്. കാരണം ആ ഒരു 4 വയസ്സുകാരി മരിക്കാനുള്ള കാരണവും ആ അമ്മ ആ കുട്ടിയെ ആറ്റിലേക്ക് എടുത്ത് എറിയാനുള്ള കാരണവും എല്ലാം തന്നെ നമ്മൾ ആ രാത്രിയിലാണ് അറിഞ്ഞത്. ശരിക്കും ഈ ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ അതിന്റെ തുടക്കം മിസ്സിംഗിലായിരുന്നു തുടങ്ങിയത്. ആ കുട്ടീനെ 4 വയസ്സായിട്ടുള്ള കുട്ടീനെ കാണുവാനില്ല. അതായത് അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്, അങ്കമാടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. ആ വന്നതിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടീനെ മിസ്സായി. അപ്പൊ എല്ലാവരും തിരയാണ് കുട്ടി എവിടെ പോയി, എങ്ങനെയാണ്. പിന്നെ CCTV കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നു. നമ്മളെല്ലാവരും അപ്പോൾ സാധാരണ ഈ ഒയൂരായാലും അവിടുന്ന് കുട്ടീനെ കാണാതായി പോയപ്പോ എല്ലാവരും ഒത്തൊരുമയോടെ കുട്ടീനെ അന്വേഷിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ അന്വേഷിക്കുകയായിരുന്നു. പിന്നീട് അവിടുന്ന് ഒരു തുമ്പ് കിട്ടുന്നു. CCTV ദൃശ്യങ്ങളിലായാലും അവിടുന്ന് ഒരു തുമ്പ് കിട്ടാണ് ഈ അമ്മ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തില്. അപ്പൊ അവിടെ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, എന്തിനാണ് ഈ സ്വന്തം അമ്മ അപ്പൊ കൊണ്ടുപോകുന്ന വഴിയിലും ആ ഒരു CCTVയിലൊക്കെ നമുക്ക് കാണാം, കുഞ്ഞിങ്ങനെ അമ്മയുടെ തോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര സന്തോഷവതിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് എന്താണ് അമ്മയ്ക്ക് പറ്റിയത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ചിന്തിച്ചതാണ്. ആ സമയത്ത് തന്നെ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ ചോദ്യചിഹ്നമായിട്ട് നിന്നപ്പോൾ അവരുടെ വീട്ടുകാർ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത രീതിയിൽ തന്നത്. കാരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും വരെ നമ്മൾ അത് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കൊലപാതകം, അതായത് അമ്മ മകളെ കൊന്നു എന്നൊരു കൊലപാതകത്തിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിൽ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ്, കുറച്ച് മുന്നേ വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പൊ ന്യൂസിനെ, അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നതിലുപരി മറ്റൊരു തലത്തിലേക്ക് ആ ഒരു ന്യൂസ് പോയിരിക്കുന്നത്. അതായത് ആ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നതാണ്. അതും വെറും 4 വയസ്സുള്ള ഒരു കുട്ടി, അതും ചെറിയൊരു കുട്ടിയാണ്, 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടി അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്നും, അതും സ്വന്തം അച്ഛന്റെ അനുജനാണ് ആ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് ആ കുട്ടി, 4 വയസ്സുള്ള കുട്ടി കഴിഞ്ഞിരുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ്. കാരണം ആ കുട്ടിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു പ്രായമാണ്. ആ ഒരു പ്രായത്തില് അത്രയും മാത്രം മരണപ്പെടുന്നതിന് തലേ ദിവസം വരെ ആ കുട്ടി ലൈംഗികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അല്ലെ. അന്ന് രാവിലെ വരെയും അത് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കുട്ടിയുടെ ദേഹത്തിലായാലും മുറിപ്പാടുകൾ കാണുന്നുണ്ട്, ആന്തരിക അവയവങ്ങളിലായാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ ആ ഒരു മുറിപ്പാടും മറ്റു കാര്യങ്ങളെല്ലാം കാണുന്നു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആ കുട്ടി ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആ കുട്ടിയുടെ അമ്മ അംഗൻവാടിയിൽ നിന്നാണ് കുട്ടിയെ കൊണ്ടുപോയത്. അപ്പൊ അംഗൻവാടി ടീച്ചറുടെ ഒക്കെ മൊഴി എടുക്കേണ്ട സമയത്താണെങ്കിലും അവർ പറഞ്ഞു യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ കുട്ടിയിൽ നിന്നും കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ആ കുട്ടി പെരുമാറിയത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഇതുവരെ അത് എക്സ്പ്രസ് ചെയ്തില്ല എന്നാണ്. പക്ഷെ അവിടുന്ന് തന്നെയാണ് പോലീസിന് ഒരു തെളിവ് കിട്ടുന്നത്. അതായത് കുട്ടി എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, പുറത്തുനിന്നാണെങ്കിൽ എന്തായാലും എവിടെയെങ്കിലും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വീട്ടിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാവണം വീട്ടിന്റെ അകത്ത് തന്നെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സ്വന്തം അച്ഛന്റെ സഹോദരനാണ് ഇത്തരത്തിലൊരു പീഡനത്തിന് ഇരയാക്കിയതെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അത് നോക്കണം. കുട്ടിയുടെ സംസ്കാര ചടങ്ങിന്റെ അന്ന് ഈ ഒരു വീട്ടുകാർ മുഴുവൻ നിന്ന് കരയുന്നത്, അല്ലെങ്കിൽ ആ സഹോദരൻ നിന്ന് കരയുന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സിമ്പതി ആയിരുന്നു. കാരണം ഒരു കുഞ്ഞു മരിച്ചതിന്റെ ആ ഒരു ഇതായിരിക്കണമെന്ന്. പക്ഷെ അതായത് സ്വന്തം അച്ഛനെ പോലെ തന്നെ അങ്ങനെ തന്നെ സ്വന്തം മകളെ പോലെ കാണേണ്ടിയിരുന്ന ആളാണ് ഇത്തരത്തിലൊരു നീചമായ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളൊന്നും ഒരിക്കലും നമ്മുടെ സ്വന്തം വീട്ടിലും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഓരോ കേസുകൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ 2 വയസ്സ് മുതൽ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 വയസ്സ്, വെറും 2 വയസ്സ്. 2 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്താന്ന് പോലും അറിയാറായിട്ടില്ല. കളിച്ച് ചിരിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വൈകൃതമുള്ള ഒരാളുടെ അടുത്ത് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ
വളരെയധികം സങ്കടം തോന്നുന്നു. എന്തുകൊണ്ട് വീട്ടിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ എന്തുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല? സാധാരണ അമ്മമാരോ അല്ലെങ്കിൽ അംഗൻവാടി പോകുമ്പോൾ അവരാരെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരുടെ അമ്മ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് കുട്ടി അമ്മയടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് ആളുമായിട്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചോദിച്ചിട്ട്. അതിനുശേഷമാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതിനുശേഷമാണ്. പിന്നെ ഈ ഒരു വാർത്ത നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വന്നതിന് ശേഷം അവരുടെ അടുത്തുള്ള അയൽപ്പക്കത്തിലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട്. കാരണം അവിടെ ആ സ്ത്രീ ആണെങ്കിലും ആ കുട്ടിയാണെങ്കിലും ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ടുള്ള കേസുകളൊക്കെ അത്തരത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കേട്ട പോലെ തന്നെ ഇപ്പൊ ജിസ്മോളുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഷൈനിയുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായ വ്യക്തികളായിരുന്നു അവരൊക്കെ. അതിനുശേഷം അതുപോലെ തന്നെയാണ് ഇപ്പൊ ഓരോ കേസുകളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളും അതുപോലെ സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു നിവർത്തികേട് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആളെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് പോലീസ് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെളിവുകൾ എന്ന് വെച്ചാൽ ആള് കൂടുതലായിട്ട് അശ്ലീല വീഡിയോകൾ കാണുകയും അത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ആളുടെ ഗാലറിയിൽ നിറഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് ആള് ആ കുട്ടിയുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. കുട്ടീനെ ഒരു വലിയൊരാളായി എന്ന രീതിയിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും ആ ഒരു രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വലിയൊരാൾ എന്ന രീതിയിൽ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും ഒരു കുഞ്ഞു കുട്ടിയോട് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ തന്നെയാണ്, അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വിവേകമില്ലായ്മയോ എല്ലാം തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നല്ലൊരു കുടുംബ പശ്ചാത്തലം ഇല്ലാത്തതിന്റെയും ഒക്കെ കാരണങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതൊക്കെ ആസ്പദമാക്കിയാണ് പോലീസിന്റെ അന്വേഷണം ഇയാളിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് അതിനുശേഷമാണ് ഇയാൾ തന്നെ ആ ഒരു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, അത് കുട്ടി മരിക്കുന്നതിന് തലേ ദിവസം വരെ ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അതും പിന്നെ അതുകൂടാതെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. വെറും 4 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളത് നമുക്ക് പിന്നെയും പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും കുട്ടികൾക്ക് തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാണ്. ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം അച്ഛന്റെ സ്ഥാനം പോലെ ഉള്ള ഒരാള് ഇങ്ങനെ ആ കുട്ടിയുടെ പെരുമാറി എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം വീട്ടിലുള്ളവരെ ആയപ്പോലും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബാഡ് ടച്ച് വരികയാണെങ്കിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നായാലും സ്കൂളുകളിൽ നിന്നായാലും ടീച്ചേഴ്സിൻ്റെ നിന്നായാലും നമ്മൾ ആ ഒരു സർക്കിളായാലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലായാലും അത് ഉണ്ടായിരിക്കണം. അല്ലാതെ മറ്റ് ഗോസിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കിയത് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇനി വരുന്ന വലിയവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഒഴിവാക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായ ഒരു ശിക്ഷ തന്നെ ലഭിക്കണം. കാരണം എപ്പോഴും ഇങ്ങനെ പ്രതിക്കൂട്ടിലാവുന്ന, അതായത് ഇപ്പൊ ചെറിയ കുട്ടികളാണ് ഇതിനൊക്കെ ഇരയാകുന്നതെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളാണ് ഇതിനൊക്കെ ഇരയാവുന്നതെങ്കിലും സ്ത്രീകളെ തിരുത്താനല്ല നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നവരെയാണ് നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ടത്. സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമാണ് കുറ്റങ്ങളെല്ലാം തന്നെ ചുമത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മാറി ചിന്തിക്കേണ്ടത് പുരുഷന്മാർ കൂടിയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ബന്ധങ്ങളെ മാനിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ നമ്മളിപ്പോ ചെറിയ കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ സ്ത്രീകളാണെങ്കിലും ആരെയാണെങ്കിലും പീഡനം എന്നുള്ളൊരു കാര്യം അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതിന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. നമുക്കിപ്പോ നിലവിലുള്ള ശിക്ഷയേക്കാൾ ഉപരിയായിട്ട് ഒരു ശിക്ഷ കൊടുക്കണം. കാരണം ആരും ഒരിക്കലും ഇനി ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് പോവാതിരിക്കത്തക്ക ഒരു ശിക്ഷ ലഭിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ശിക്ഷ ഒരു പേടി ഇല്ലാത്തതുകൊണ്ടാവണം അവർ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. നമ്മളിപ്പോ എത്ര വലിയൊരു കുറ്റം ചെയ്താലും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഒരു വധശിക്ഷ അത് മാത്രമാണ് വിധിക്കുന്നത്. അതും റെയർ കേസുകൾ, അത് അപൂർവമായ കേസുകൾ, അത് വർഷങ്ങളോളം വാദിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു വിധി പോലും വരാറുള്ളൂ.
അപ്പൊ അതൊക്കെ മാറണം. നമ്മുടെ ഒരു സിസ്റ്റം തന്നെ മാറിയിട്ട് കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിജീവിതയുടെ ഒരു കേസാണെങ്കിലും അതൊക്കെ എത്രയോ കാലങ്ങളായി നീണ്ടു പോകുന്നു. അല്ലാതെ ഒരു നീതി എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഒരു മാനസികപരമായിട്ട് വല്ലാണ്ട് തളർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ശാരീരികപരമായിട്ടല്ലാതെ മാനസികപരമായിട്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് തക്കതായ ഒരു ശിക്ഷ എന്തായാലും കൊടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അതും എനിക്ക് തോന്നുന്നു പബ്ലിക്കായിട്ട് തന്നെ നമ്മളെ ഇത്തരത്തിലുള്ള ശിക്ഷകളെല്ലാം നടപ്പാക്കണം. അപ്പോഴുള്ള ജനങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരിയസ്നെസ് വരാനുള്ള ഒരു വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നല്ല രീതിയിലുള്ള ഒരു നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണം.